നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ആ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിലും മറ്റുള്ള പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന നമ്മൾ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ചില മെത്തേഡുകൾ ഉണ്ടാവും. ആ മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പഴയ കടയിൽ, പഴയ പലചരക്ക് കടയിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ത്രാസിരിപ്പുണ്ട്. ത്രാസ് എന്താണ്? കൺസെപ്റ്റ് എന്താണ്? രണ്ട് പോയിന്റുകളെ ബാലൻസ് ചെയ്യുന്ന മൂന്നാമത്തെ പോയിന്റ്. മനസ്സിലായോ? ഒരു ഫൗണ്ടേഷൻ പ്രിൻസിപ്പിളാണ്. അത് വെച്ചിട്ട് നമുക്ക് തൂക്കം അളക്കുന്ന ആ മെത്തേഡ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമ്മൾ രണ്ട് വസ്തുക്കളെ മാറി മാറി നമുക്ക് നോക്കി പരീക്ഷിക്കണമെങ്കിൽ നമ്മളൊരു മൂന്നാമത്തെ സ്ഥലത്ത് നിന്നിട്ട്, അതായത് ഒരു വസ്തുവിൻ്റെ ഗുണത്തിൽ നിന്ന് മാത്രം നോക്കിയിട്ടല്ല മറ്റേതിനെ മനസ്സിലാക്കുക. നമ്മളൊരു ന്യൂട്രൽ പൊസിഷൻ വരും. ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു എലമെൻറ്റ് വെച്ചിട്ട് രണ്ടിനെയും കൊണ്ടുവന്ന് അതിൻ്റെ അകത്തിട്ട് പരീക്ഷണം നടത്തി നോക്കും. എന്നിട്ടാണ് നമ്മൾ രണ്ടിൻ്റെയും വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പം രണ്ട് വസ്തുക്കളെ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂട്രലായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കുന്നു ഒരു ന്യൂട്രൽ എലമെൻറ്റ്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അത് വേറൊരു മൂന്നാമത്തെ പോയിന്റ്. ത്രാസിൽ കാണുന്നത് വേറൊരു മൂന്നാമത്തെ പോയിന്റ്. അതേപോലെ തന്നെ രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ മൂന്നാമത്തെ ഒരു ഗുണം ഉണ്ടാവും. അതാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്ന ചുവപ്പും നീലയും കൂടി ചേർക്കുന്ന സമയത്ത് ഒരു വയലറ്റ് കളർ ഉണ്ടാവുന്നു. അതൊരു മൂന്നാമത്തെ ഗുണമാണ്. അത് ഒരു മൂന്നാമത്തെ പോയിന്റാണ്. പിന്നെയുള്ളത്, ഒരു കാര്യത്തിൻ്റെ കോർഡിനേഷൻ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ 3 ഡയറക്ഷനിൽ നിന്ന് നോക്കണം. എന്നുവെച്ചാൽ ഒരു കാര്യത്തിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ 3 ഡയറക്ഷനിൽ നോക്കണം. ഒരു കാര്യത്തിൻ്റെ അളവ്, ഒരു കോർഡിനേഷൻ, ഒരു സാധനം എവിടെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഒരു കോർഡിനേഷൻ അളവ് കിട്ടാൻ വേണ്ടി നമ്മൾ 3 പോയിന്റിൽ നിന്ന് അളവെടുക്കണം. കാർട്ടേഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ 3 എന്ന് പറയുന്ന ഈ പോയിന്റ്, ഇതെന്താണിത്? ഈ 3 എന്ന് പറയുന്ന ഈ പോയിന്റ് എന്താണ്? ഇതൊരു ഫൗണ്ടേഷൻ പ്രിൻസിപ്പിളാണ്. ഇതിനെയാണ് നമ്മൾ th എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൂന്നാമത്തെ പോയിന്റായിട്ട് വരുന്നത് എപ്പോഴും z എന്നാണ് പറയുക. മറ്റേ രണ്ടും th ആണ്. 2 th. ഇത് ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ അത് ട് എന്നുള്ള അക്ഷരം വരുമ്പോൾ തെയിസ്റ്റ് എന്ന് വരും. തെയിസ്റ്റ്. മനസ്സിലായോ? ഇനി അത് നമ്മളുടെ ഇവിടെ പറയുമ്പോൾ അതിനെ സത്ത് എന്ന് പറയും. z th സത്ത് എന്നാണ്. 2 th ഉണ്ട് അതിൽ. ഇനി അത് വേറൊരു സ്ഥലത്ത് പറയണമെങ്കിൽ ഇത്തോസ് എന്ന് പറയും. ഇത്തോസ് എന്ന് പറയും. ഇതാണ് ഇത്തോസ്, സത്ത്, തെയിസ്റ്റ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാതെ കുറേ ആൾക്കാർ വന്നിട്ട് ഈ തെയിസ്റ്റ് എന്ന് പറയുന്നത് എന്തോ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് അങ്ങോട്ട് ആക്കി മാറ്റി. അപ്പോൾ എന്തായി? ആൾക്കാർ മുഴുവൻ അങ്ങനെ ഒരു ഇമാജിനേഷനോട്ട് പോകാൻ തുടങ്ങി. ഇത് കണ്ട കുറേ ആൾക്കാർ വന്നിട്ട് പ്രപഞ്ച സൃഷ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. പക്ഷെ പറഞ്ഞപ്പോൾ എന്തായി? തെയിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ രീതിയിൽ പറയും. അത് അതിലും വലിയ മണ്ടത്തരം. അവന്മാർ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെയിസ്റ്റ് പ്രിൻസിപ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒറിജിനൽ TST എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തസത്ത് എന്ന് പറയുന്ന 3 പ്രിൻസിപ്പിളാണ്. തസത്ത് എന്ന് പറയാം, സത്തെന്ന് പറയാം, ഇത്തോസ് എന്ന് പറയാം. ഈ തസത്താണ് തെയിസ്റ്റ് ആയി മാറുന്നത്. അപ്പോൾ ഈ പറയുന്ന ഞാനവിടെ ഈ വരച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ. അത് ചെയ്യാത്ത ഒരു മനുഷ്യനും ഇല്ല ഇവിടെ. പിന്നെ അവനങ്ങനെ എത്തീസ്റ്റ് എന്ന് വിളിക്കണത്? അതിലും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? തെയിസ്റ്റിൻ്റെ കൂടെ ചേർത്തത് കൊണ്ട് തെയിസ്റ്റ് ഇല്ല എന്നുള്ള അർത്ഥമല്ല ഉണ്ടാവുക. അതുപോലും മണ്ടന്മാർക്ക് അറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒറിജിനൽ ഭാഷ കൈവിട്ടുപോയി. തെയിസ്റ്റ് എന്നാണ് പറയേണ്ടത്. വേണം. തെയിസ്റ്റ്. തെയിസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് തെയിസ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ എത്തയിസ്റ്റ് എന്ന് പറഞ്ഞാലോ, എത്തയിസ്റ്റോ അത്തയിസ്റ്റോ ഉത്തയിസ്റ്റോ എങ്ങനെ പറഞ്ഞാലും എത്തയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? തെയിസ്റ്റ് ഗുണമുള്ളതിനെയാണ് എത്തയിസ്റ്റ് എന്ന് പറഞ്ഞാൽ. തെയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർസെപ്ഷൻ ആണെങ്കിൽ ആ പെർസെപ്ഷൻ, ആ വീക്ഷണം, ആ പ്രിൻസിപ്പിൾ എന്തിലാണോ ഉള്ളത് അതിനെയാണ് എത്തയിസ്റ്റ് എന്ന് പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെയാണ്. തെയിസ്റ്റ് എത്തയിസ്റ്റ് ഒരേ ആശയമാണ്, ഒരേ അർത്ഥമാണ്, ഒരേ അർത്ഥത്തിലാണ് നിൽക്കുന്നത്. ഇത് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, തെയിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ പ്രിൻസിപ്പിൾ, അതെടുത്തിട്ട് വേറൊരുത്തൻ അതിനൊരു കഥയുണ്ടാക്കി. അതിന് സൂപ്പർമാൻ പോലെ ഒരു പ്രപഞ്ച സൃഷ്ടാവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ട വേറെ ബുദ്ധിയുണ്ടെന്ന് വിചാരിച്ച വേറൊരുത്തൻ വന്നിട്ട് ഈ സൂപ്പർമാനെയും പ്രപഞ്ച സൃഷ്ടാവിനെ എതിർക്കുന്നതിന് പകരം ഈ വാക്കിനെ എതിർത്തു. അവൻ അതിനും വലിയ മണ്ടനായി. ഈ വാക്കിനെ എതിർക്കാൻ പറ്റുമോ? ഇത് ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ വാക്കാണ്. ഈ വാക്കേ ഉള്ളൂ ഇതിന്. ഈ ശബ്ദരൂപം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതിന്, വേറെ ഉപയോഗിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ
ജസ്റ്റ് ഒരു വാക്കിൻ്റെ ഒറിജിൻ പോലും അറിയാൻ പാടില്ലാത്ത വെറും മണ്ടന്മാരാണ് ഈ മത ആത്മീയ വിശ്വാസികളും ഇപ്പുറത്തെ എത്തിയിസ്റ്റുകളും എന്ന് പറയുന്ന ആൾക്കാർ. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള. ഇനി യുക്തിവാദി എന്ന് പറഞ്ഞാൽ എന്താ? യുക്തിവാദി എന്ന് പറഞ്ഞാൽ അർത്ഥം മാറും. ഒരു കേന്ദ്രത്തിൽ ഇരിക്കുന്ന സ്ട്രക്ചർ, അതിനെയാണ് ഖിതം എന്ന് പറഞ്ഞാൽ, ഖിത്ത് എന്ന് പറഞ്ഞാൽ അതിനെ നേരിട്ട് കാണുന്നവനെന്നാണ് അർത്ഥം യുക്തിവാദി. യുക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. യുക്തി എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള ഒരു കേന്ദ്രവും മറ്റ് ദിക്കുകളും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനാണ് യുക്തി എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറയും നമ്മൾ യുക്തിയോടുകൂടി ചിന്തിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് വേണം ചിന്തിക്കാനെന്നാണ്. മനസ്സിലായി? അല്ലാണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചതല്ല. പുസ്തകത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ വായിച്ചിട്ട് യുക്തി എന്നല്ല അതിന് പറയുക. അത് സൂപ്പർമാൻ്റെ കഥ വായിച്ചാലും യുക്തി ഉണ്ടായില്ല. മനസ്സിലായോ? ബാറ്റ്മാൻ്റെ കഥ വായിച്ചാലും യുക്തിയുണ്ട്. അല്ലെങ്കിൽ സ്റ്റാർ വാഴ്സ് വായിച്ചാലും അതിൻ്റെ അകത്ത് ഭയങ്കര യുക്തിയുണ്ട്. അപ്പോൾ നമ്മൾ കഥ എഴുതുന്ന സമയത്ത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ വെച്ചിട്ടൊരു ഇമാജിനേഷൻ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ റിലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? പക്ഷേ അതിൻ്റെ അർത്ഥം ആ എഴുതി വെച്ചിരിക്കുന്ന സാധനം യുക്തിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതുണ്ടെന്നല്ല. യുക്തിയൊന്നും അവിടെ ഇല്ല. യുക്തി ബന്ധമേ ഉള്ളൂ. യുക്തിയുടെ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് യുക്തിയൊന്നുമില്ല. സൂപ്പർമാൻ ആകാശത്തിലൂടെ പറന്നിങ്ങനെ പോകുന്നു ഷഡ്ഡി ഇട്ടുകൊണ്ട്. അതിലെന്താ യുക്തിയുള്ള? നേരിട്ട് എന്താ കണ്ട് ബോധ്യപ്പെടാനുള്ളത്? അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനായിട്ട് അതിൻ്റെ അകത്ത് യാതൊന്നുമില്ല. എന്നാലും നമ്മളുടെ റിയൽ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും റിയലിസ്റ്റിക്കായിട്ട് പോകും. അതുകൊണ്ടാണ് കഥയെ കഥയായിട്ട് കാണുന്നത് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിനെ സാഹിത്യം അല്ലെങ്കിൽ ഇതിഹാസം എന്ന് പറയും. രണ്ടും ഒരേ അർത്ഥമാണ്, സാഹിത്യവും ഇതിഹാസവും. എന്തുകൊണ്ടാണ് സാഹിത്യം എന്ന് പറയുന്നത്? സാഹിത്യം, സ ഇല്ലാത്ത ത് എന്നാണ് അർത്ഥം. സ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വസ്തുക്കളും ഗുണങ്ങളും നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന, ഇത് ഉള്ളതിനെ സത്യ എന്നും അതില്ലാത്തതിനെ സാഹിത്യ എന്നും പറയും. അവിടെ ഒരു ഹ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. സ ഇല്ലാത്ത ത് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്റ്റ് എന്നേ അർത്ഥമുള്ളൂ. ഒരു മാത്തമാറ്റിക്കൽ കൺസ്ട്രക്റ്റ്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി അല്ല, ഉള്ളത് എന്നല്ല. അതൊരു കണക്കുകൾ മാത്രമാണ്. കണക്കുകൾ നമുക്ക് എത്ര വേണേലും കൂട്ടാം. 10156 എന്ന് പറഞ്ഞ നമ്പർ കിട്ടാൻ വേണ്ടി 10156 ഇക്വേഷൻസ് ഉണ്ടാക്കാം. അതിൻ്റെ അർത്ഥം ആ നമ്പർ ഉദ്ദേശിക്കുന്ന വസ്തു അവിടെ ഉണ്ടാവണമെന്നില്ല. വെറും നമ്പറാണത്. അതുപോലും മണ്ടന്മാർക്ക് അറിയത്തില്ല. മാത്തമാറ്റിക്സ് ഒക്കെ റിയൽ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന പൊട്ടന്മാരാണ് ചുറ്റുമുള്ളത്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് വന്നെന്ന് പോലും അറിയത്തില്ല. മനസ്സിലായ? അത് നമ്മളുടെ മനസ്സിൽ ഒരു വസ്തുവിനെ മുറിക്കുന്നതോ അല്ലെങ്കിൽ പീസാക്കി മാറ്റി ഗ്രൂപ്പുകളാക്കുന്നതോ രണ്ട് വസ്തുക്കളെ കൂട്ടിച്ചേർക്കുന്നതോ എൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്താൽ തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കാം? അതിനൊരു കണക്കുണ്ടാക്കാം. അതെൻ്റെ ഇമാജിനേഷന് വേണ്ടിയിട്ടുള്ള കണക്കാണ്. അതിൻ്റെ അർത്ഥം ആ വസ്തു അവിടെ ഇല്ല. വസ്തുവിനെ ചൂണ്ടിക്കാണിക്കണം. മനസ്സിലായോ? കൺസ്ട്രക്റ്റ് നമുക്ക് എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കാം. നമ്പറുകളല്ലേ, നമ്പറുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് തരത്തിലുള്ള ഇക്വേഷൻസും ഉണ്ടാക്കാം. അതിൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആദ്യം ഒരു ടാർഗറ്റ് നമ്പർ കണ്ടാൽ മതി. ഒരു ടാർഗറ്റ് നമ്പർ കണ്ടിട്ട് അതിൻ്റെ പിന്നിലോട്ട് പിന്നെ പോയിട്ട് നമുക്ക് ആ നമ്പറിൽ എത്താനായിട്ടുള്ള പല മെത്തേഡുകൾ സ്വീകരിച്ചാൽ മതി. അത്രയേ ഉള്ളൂ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ. അത് റിയലായിട്ട് നമ്മൾ ഏത് വസ്തു ഉണ്ടാക്കുന്നതിനും അതിനൊരു അളവുകോല് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നതാണ്. മനസ്സിലായി? അതിന് വേണ്ടിയിട്ടാണ് ഒറിജിനലി നമ്മൾ ഈ കണക്കെന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പോൾ വന്നിപ്പോൾ കണക്കുകൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് തെയിസ്റ്റും എത്തിയിസ്റ്റും എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? യുക്തിവാദി എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരുത്തനുണ്ട് അഗ്നോസ്റ്റിക്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും പ്യൂരിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും സബ്സ്ട്രേറ്റ് ലെവലിൽ കാര്യങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിനെയാണ് നോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? അങ്ങനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ആവശ്യമില്ല എന്നോ? എനിക്കറിയില്ല എന്താണ്. അതൊരു തലതെറിച്ച ഏരിയയാണത്. അവന് തന്നെ അറിയില്ല അതെന്താണെന്ന്. അതായത് ഞങ്ങൾ പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടെന്നും വിശ്വസിക്കും. ഇത് പ്രപഞ്ച സൃഷ്ടാവ് ഇവിടെ എന്ത് വിഷയം? ആ വാക്കിലാണ് നോക്കേണ്ടത്. ഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഏറ്റവും സബ്സ്ട്രേറ്റിൽ കിടക്കുന്ന പ്രിൻസിപ്പിളുകളെയാണ് നോസിസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? അതായത് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം, അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇവരുദ്ദേശിക്കുന്നത് കുറേ ആശയങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആശയങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയില്ല. ഇതാണോ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ മുമ്പിലോട്ട്
ഭക്ഷണം വിശന്ന് കഴിയുമ്പോൾ ഒരു ആപ്പിൾ എടുത്ത് മുമ്പിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയും ആപ്പിൾ ഉണ്ടെന്നോ ഇല്ലെന്നോ ഞങ്ങൾ പറയില്ല. ഇതാണ് അഗ്നോസ്റ്റിക്. അത് തലതെറിച്ച സ്വഭാവമാണ്, ഭ്രാന്താണ് അവൻ. എന്ത് ചെയ്യും? അവനെ പിന്നെ വിട്ടേര്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് 3 ഡിറക്ഷന് ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണെങ്കിൽ അതിന് വേറൊരു പേരാണ് ഇൽ അൽ ല എന്ന് പറഞ്ഞാൽ. ഇൽ അൽ ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ഡിറക്ഷൻ, ല എന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിറക്ഷൻ, അല്ലെന്ന് പറഞ്ഞാൽ വേറൊരു ഡിറക്ഷൻ. ഇങ്ങനെ 3 ഡിറക്ഷനിൽ നിന്ന് നോക്കിക്കാണാം. അതിൻ്റെ വേറൊരു പേരാണ് ടേസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ വേറൊരു പ്രിൻസിപ്പിളാണ് ഇൽ അൽ ല എന്ന് പറഞ്ഞാൽ. ല എന്ന് പറഞ്ഞാൽ ഡിറക്ഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ 3 ഡിറക്ഷനിൽ നിന്ന് നോക്കിക്കാണുക, 3 ഡിറക്ഷൻ ഉപയോഗിക്കുക. ഇതാണ് ഇല്ലല്ല എന്ന് പറഞ്ഞാൽ. ആ 3 ല വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടി ഇതിനൂടെ എഴുതി ചേർക്കുക, മനസ്സിലാക്കുക. എല്ലാ റിലീജിയൻ എടുത്താലും എല്ലാ സ്ഥലത്തും ഈ പ്രിൻസിപ്പിൾ കിടക്കുന്നത്. ഇതൊക്കെ നോർമൽ സാധാരണ പ്രിൻസിപ്പിളാണ്. ഇതൊക്കെ എടുത്ത് വേറെ സാധനങ്ങളാക്കി മാറ്റിയവരെ കുറിച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ.